കാശ്മീർ സീരീസിലെ 4ാമത്തെ വീഡിയോയാണിത്. ഈ വീഡിയോയിൽ എങ്ങനെ കാശ്മീർ യാത്ര പ്ലാൻ ചെയ്യാം, എത്ര ചിലവ് വരും എന്നീ കാര്യങ്ങളെല്ലാം വിശദമായി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇതിനു മുമ്പത്തെ ഭാഗങ്ങൾ കാണാത്തവർക്കായി ആദ്യ ഭാഗങ്ങളുടെ ലിങ്ക് വീഡിയോയുടെ മുകളിൽ വലതുവശത്തായി ചേർത്തിട്ടുണ്ട്. 12 ദിവസത്തെ യാത്രയ്ക്കായി ട്രെയിൻ മാർഗമാണ് ഞങ്ങൾ തിരഞ്ഞെടുത്തത്. യാത്രയ്ക്ക് ആവശ്യമായ എല്ലാ ട്രെയിൻ ടിക്കറ്റുകളും യാത്ര പുറപ്പെടുന്നതിന് 60 ദിവസം മുൻപ് തന്നെ ബുക്ക് ചെയ്തിരുന്നു. യാത്ര പുറപ്പെടുന്നതിന് മുമ്പ് തന്നെ മൊബൈൽ കണക്ഷനുകൾ പോസ്റ്റ്പെയ്ഡ് ആക്കുന്നത് നന്നായിരിക്കും. കാശ്മീരിൽ പ്രീപെയ്ഡ് സിമ്മുകൾ വർക്കാവില്ല. എല്ലാ വെള്ളിയാഴ്ചയും കന്യാകുമാരിയിൽ നിന്ന് പുറപ്പെട്ട് വൈഷ്ണോദേവി കത്ര വരെ പോകുന്ന ഹിമസാഗർ എക്സ്പ്രസ് ആണ് ഞങ്ങൾ യാത്രയ്ക്കായി തിരഞ്ഞെടുത്തത്. ആഴ്ചയിൽ ഒരു ദിവസം മാത്രമുള്ള ട്രെയിൻ ആയതിനാൽ തന്നെ ടിക്കറ്റ് ബുക്കിംഗ് ആരംഭിച്ച് ആദ്യ മണിക്കൂറുകളിൽ തന്നെ റിസർവേഷൻ ഫുള്ളാവും. ഞങ്ങൾ സെക്കൻഡ് AC ടിക്കറ്റാണ് എടുത്തത്. ടിക്കറ്റിന് ചിലവായ തുക 3825 രൂപ. തിങ്കളാഴ്ച ഉച്ചയോടെ ഉധംപൂർ റെയിൽവേ സ്റ്റേഷനിലെത്തി അവിടെ നിന്നും ട്രാവലറിൽ ജമ്മുവിലേക്ക്. ട്രാവലിന് ഒരാൾക്ക് ചിലവായത് 500 രൂപ. ശ്രീനഗറിൽ നിന്നും 5 രാത്രിയും 4 പകലും ഉൾപ്പെടുന്ന ഒരു പാക്കേജ് മുൻകൂട്ടി എടുത്തിരുന്നു. പാക്കേജിന്റെ റേറ്റ് 6200 രൂപ. പാക്കേജിൽ ഈ ദിവസങ്ങളിലെ താമസം, സൈറ്റ് സീയിങ്, ബ്രേക്ക്ഫാസ്റ്റ്, ഡിന്നർ, 1 മണിക്കൂർ ശിക്കാര റൈഡ് എന്നിവയെല്ലാം ഉൾപ്പെടും. കാശ്മീരിലെ ആദ്യ ദിവസമായ ചൊവ്വാഴ്ച സോനാമർഗിലേക്കാണ് പോയത്. അവിടെ യാത്രയ്ക്കായി കുതിരയെ തിരഞ്ഞെടുത്തു. 800 രൂപയാണ് ചിലവായത്. സോനാമർഗിൽ യാത്രയ്ക്കായി കുതിരയുടെ ആവശ്യമില്ല, വേണ്ടവർ മാത്രം എടുത്താൽ മതി. നന്നായി ബാർഗെയിൻ ചെയ്തില്ലെങ്കിൽ 2000 രൂപ വരെ കൊടുക്കേണ്ടി വരും. 2ാം ദിവസമായ ബുധനാഴ്ച ഗുൽമർഗിലേക്കാണ് ഞങ്ങൾ പോയത്. അവിടുത്തെ കേബിൾ കാർ ടിക്കറ്റിന്റെ ഫസ്റ്റ് ഫേസ് മാത്രമാണ് ഞങ്ങൾ എടുത്തത്. ടിക്കറ്റ് ചാർജ് 810 രൂപ. ഗുൽമർഗ് കേബിൾ കാർ സർവീസ് 2 പേസുകളായാണ് പ്രവർത്തിക്കുന്നത്. ഫസ്റ്റ് പേസിന് 810 രൂപയും സെക്കൻഡ് പേസിന് 1010 രൂപയുമാണ് ചാർജ്. കേബിൾ കാർ ടിക്കറ്റ് അവിടെ എത്തുന്നതിന് 3 ആഴ്ച മുമ്പെങ്കിലും ബുക്ക് ചെയ്യണം, ഇല്ലെങ്കിൽ കിട്ടാൻ സാധ്യതയില്ല. ഓൺലൈനായി മാത്രമേ ടിക്കറ്റ് ലഭിക്കൂ. 3ാം ദിവസമായ വ്യാഴാഴ്ച പഹൽഗാമിലെ ചന്ദൻവാലിയും ബത്താബ് വാലിയും കാണാനാണ് ഞങ്ങൾ പോയത്. പഹൽഗാമിന് പുറത്തു നിന്നുള്ള വണ്ടികളിൽ ഇവിടേക്ക് പോകാൻ കഴിയില്ല. പഹൽഗാം ടാക്സി സ്റ്റാൻഡിൽ നിന്നും യൂണിയൻ ക്യാബുകൾ ബുക്ക് ചെയ്ത് വേണം ഇവിടേക്ക് പോവാൻ. യൂണിയൻ ക്യാബുകൾക്ക് ഇവിടെ ഫിക്സഡ് റേറ്റ് ആണ്. ഞങ്ങൾ എടുത്തത് മാരുതി ഇക്കോയാണ്. 5 പേർക്ക് 1500 രൂപയാണ് ചാർജ് വന്നത്. ഒരാൾക്ക് 300 രൂപ. ബത്താബ് വാലിയിലെ എൻട്രി ടിക്കറ്റിന് ചിലവായത് 100 രൂപ. 4ാം ദിവസമായ വെള്ളിയാഴ്ച ശ്രീനഗറിലെ ലോക്കൽ സൈറ്റ് സീയിങ് ആയിരുന്നു. എൻട്രി ടിക്കറ്റിനായി ആകെ ചിലവായ തുക 300 രൂപ. ശനിയാഴ്ച രാവിലെ ശ്രീനഗറിൽ നിന്നും ഉധംപൂർ റെയിൽവേ സ്റ്റേഷനിലേക്ക് ട്രാവലറിൽ യാത്ര തിരിച്ചു. ട്രാവലിന് വന്ന ചിലവ് 500 രൂപ. ഉധംപൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും രാത്രി 8:30 ട്രെയിനായ ഉത്തരസ്ക്രാന്തിയിൽ ഡൽഹിയിലേക്ക്. 3rd AC ടിക്കറ്റിന് ചാർജ് 1005 രൂപ. ഞായറാഴ്ച രാവിലെ 7 മണിക്ക് ഡൽഹിയിൽ എത്തിച്ചേർന്നു. 8:15 ഹിരാക്കുണ്ട് എക്സ്പ്രസിൽ ആഗ്രയിലേക്ക് പോകാനാണ് പ്ലാൻ ചെയ്തതെങ്കിലും ട്രെയിൻ വൈകി. ഉച്ചയ്ക്ക് 1:30 ട്രെയിൻ വന്നത്. ട്രെയിനിൽ 3rd AC ടിക്കറ്റിന് ചാർജ് 600 രൂപ. ആഗ്ര റെയിൽവേ സ്റ്റേഷനിൽ റിട്ടയറിംഗ് റൂം മുൻകൂട്ടി ബുക്ക് ചെയ്തിരുന്നു. AC റിട്ടയറിംഗ് റൂമിന് 12 മണിക്കൂറിന് വന്ന ചാർജ് ഒരാൾക്ക് 500 രൂപ. ആഗ്ര റെയിൽവേ സ്റ്റേഷനിൽ നിന്നും താജ്മഹലിലേക്ക് പോയി വരുന്നതിനായി ടാക്സിക്ക് ചിലവായത് 200 രൂപ. താജ്മഹലും ആഗ്ര ഫോർട്ടും കാണുന്നതിനുള്ള എൻട്രി ഫീസ് 300 രൂപ. താജ്മഹലിലേക്ക് വരുമ്പോൾ ഓൺലൈനായി മുൻകൂട്ടി ടിക്കറ്റ് ബുക്ക് ചെയ്താൽ തിരക്കൊഴിവാക്കാൻ കഴിയും. ഞായറാഴ്ച രാത്രി 8:20 ആഗ്ര റെയിൽവേ സ്റ്റേഷനിൽ എത്തുന്ന കേരള എക്സ്പ്രസിൽ കേരളത്തിലേക്ക് യാത്ര തിരിച്ചു. ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് 2 മണിയോടുകൂടി പാലക്കാട് റെയിൽവേ സ്റ്റേഷനിലെത്തി. സെക്കൻഡ് AC ടിക്കറ്റാണ് ഞങ്ങൾ എടുത്തിരുന്നത്. ടിക്കറ്റിന് ചിലവായി വന്നത് 3285 രൂപ. ആകെ മൊത്തത്തിൽ 12 ദിവസത്തെ ഈ കാശ്മീർ യാത്രയ്ക്ക് ഞങ്ങൾക്ക് വന്ന ചിലവ് 19225 രൂപയാണ്. ഇതിൽ യാത്രാ ദിവസങ്ങളിലെ ഭക്ഷണവും കാശ്മീരിൽ താമസിച്ച ദിവസങ്ങളിലെ ഉച്ചഭക്ഷണത്തിന്റെയും ചിലവ് ഉൾപ്പെടുത്തിയിട്ടില്ല. 4 പാർട്ടുകളിലായുള്ള കാശ്മീർ യാത്രാ വിശേഷങ്ങൾ ഇവിടെ അവസാനിക്കുകയാണ്.
വീഡിയോയുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ അഭിപ്രായങ്ങളും സംശയങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തൂ. വീഡിയോ ഇഷ്ടമായാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കൂടുതൽ വീഡിയോകളുമായി വീണ്ടും കാണാം.